ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളെ ദൈവം ജനിപ്പിച്ച രാജ്യമായ ഭാരതത്തെ നാം സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ആദ്യമേ ഒരു ഭാരതീയനാണ്, പിന്നെ ഉള്ളൂ എൻ്റെ ബാക്കിയെല്ലാം. ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈ ദൈവം എന്നെ ജനിപ്പിച്ചിരിക്കുന്ന രാജ്യം എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടണം. ഒന്ന്, രണ്ട്, രാജ്യത്തിൻ്റെ അനുഗ്രഹം എൻ്റെ അനുഗ്രഹം. ഒരു വീണ്ടും ജനിച്ച യേശു അകത്തുള്ള ഒരു മനുഷ്യൻ ആരെയും തൻ്റെ മതത്തിലോ രാഷ്ട്രീയമോ കണ്ടല്ല, അതിന് അതീതം സ്നേഹിക്കാനാണ് പഠിച്ചത്. 1 തിമോത്തി 2-ാം അധ്യായം, Therefore I exhort you for all that supplication, prayer, intercession and giving of thanks be made for all men. For all men. 800 കോടിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇത് ആരോടാ പറയുന്നത്? സഭയോടാണ് പറയുന്നത്. സഭയോട്. സഭ എന്ന് പറഞ്ഞാൽ വെറും ഹല്ലേലൂയയും കയ്യടിയും കുർബാന കാഴ്ചയല്ല, അതിൻ്റെ അപ്പുറം ഒരു ഉത്തരവാദിത്വം കൂടെ. സർവ്വ മനുഷ്യൻ്റെയും നന്മ കാണാൻ, അയൽവക്കക്കാരൻ ആരുമായിക്കോട്ടെ അവരെ സ്നേഹിക്കുവാൻ, എന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ. ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇതൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ യേശുവെ അങ്ങയുടെ ഹൃദയം എനിക്ക് തരണം എന്നൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും കടപ്പാടും ഉത്തരവാദിത്വവും ഒന്ന് മനസ്സിലാക്കാനായി നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കും.